വചനം 13. വാക്കർത്ഥം. യുനബ്ബഉ വൃത്താന്തം അറിയിക്കപ്പെടും അഥവാ ബോധ്യപ്പെടുത്തപ്പെടും. അൽ ഇൻസാനു മനുഷ്യൻ, യൗമഇദിൻ അന്നേ ദിവസം, അന്ന്, ബിമാ ഖദ്ദമ അവൻ മുന്തിച്ച മുൻ ചെയ്തതിനെപ്പറ്റി, വ അഖറ പിന്തിക്കുകയും ചെയ്ത പിന്നോക്കമാക്കുകയും ചെയ്ത. യുനബ്ബഉൽ ഇൻസാനു യൗമഇദിൻ ബിമാ ഖദ്ദമ വ അഖറ മനുഷ്യൻ മുൻ ചെയ്തു വെക്കുകയും അഥവാ ചെയ്യാതെ പിന്നോക്കം വെക്കുകയും ചെയ്തിട്ടുള്ളതിനെപ്പറ്റി അന്ന് അവൻ ബോധ്യപ്പെടുത്തപ്പെടും. വചനം 14. വാക്കർത്ഥം. ബലിൽ ഇൻസാനു പക്ഷേ മനുഷ്യൻ, അല നഫ്സിഹി തൻ്റെ പേരിൽ തന്നെ അഥവാ തനിക്ക് തന്നെ എതിരിൽ, ബസീറത്തുൻ തെളിവാണ്, ദൃക്സാക്ഷിയായിരിക്കും. ബലിൽ ഇൻസാനു അലാ നഫ്സിഹി ബസീറ പക്ഷേ അഥവാ അത്രയുമല്ല, മനുഷ്യൻ തനിക്ക് തന്നെ എതിരിൽ തെളിവായിരിക്കും. വചനം 15. വലൗ അൽഖാ അവൻ ഇട്ടാലും അഥവാ സമർപ്പിച്ചാലും ശരി, കാട്ടിയാലും, മആദീറ അവൻ്റെ ഒഴികഴിവുകളെ, വലൗ അൽഖാ മആദീറ അവൻ തൻ്റെ ഒഴികഴിവുകൾ സമർപ്പിച്ചാലും ശരി. 13 മുതൽ 15 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. നല്ലതാവട്ടെ ചീത്തയാവട്ടെ, ഓരോരുവനും മരണത്തിനു മുമ്പ് ചെയ്തു വച്ച സകല കർമ്മങ്ങളെയും ചെയ്യാതെ ബാക്കിവെച്ച കർമ്മങ്ങളെയും കുറിച്ച് സവിസ്തരം അവനെ തെര്യപ്പെടുത്തും. അവൻ്റെ കർമ്മരേഖകളും വിവിധ തരം സാക്ഷികളും മുഖേന അവയെല്ലാം സ്ഥാപിക്കപ്പെടുകയും ചെയ്യും. അവന് എല്ലാം ശരിക്കും ബോധ്യമാകുകയും ചെയ്യും. എന്നാലും ഒഴികഴിവുകൾ പലതും അവൻ സമർപ്പിച്ചേക്കും, പക്ഷേ ഫലപ്പെടുകയില്ല. അവൻ സ്വയം തന്നെ തനിക്കെതിരിൽ തെളിവും സാക്ഷിയും കൊണ്ടുവരുന്നു. അതാ അവൻ്റെ കൈകാലുകളും തൊലി തുടങ്ങിയ അവയവങ്ങളും അവൻ ചെയ്തിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ തുറന്നു പറയുന്നു. അപ്പോൾ അവൻ്റെ വായടഞ്ഞു പോകുന്നതാണ്. അടുത്ത വചനങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിമുഖീകരിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു: